മനുഷ്യരെല്ലാവരും സുഖിച്ച് ആനന്ദിച്ച് ജീവിക്കുമ്പോൾ നാം എന്ന ഒരു വ്യക്തി മാത്രം സഹനത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അത് വളരെ ദുഃഖമുളവാക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മെപ്പോലെ മറ്റു പലരും കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അവർ അതൊക്കെ നന്നായി തരണം ചെയ്തു എന്ന് കേൾക്കുന്നത് നമുക്ക് ആശ്വാസവും മുൻപോട്ട് പോകുന്നതിനുള്ള ഒരു പ്രേരക ശക്തിയുമായിരിക്കും. തിരുവചനം നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു കർത്താവാണ്. നമ്മുടെ ഉറ്റ ചങ്ങാതിമാരും പ്രിയപ്പെട്ടവരുമായവർ സതുദ്ദേശത്തോടെ നമ്മോട് നിൻ്റെ വേദന എനിക്കറിയാം എന്ന് പറയുമ്പോൾ നാം ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഉള്ളത്തിൽ ചിന്തിക്കും, ഇല്ല, നിങ്ങൾക്ക് ശരിക്കും എൻ്റെ വേദന അറിയില്ല എന്ന്. എന്നാൽ യേശു കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ വേദനയും ഞരക്കവും ബുദ്ധിമുട്ടുകളുമൊക്കെ നന്നായി അറിയുന്നവരാണ്. നാം നമ്മുടെ വേദനകളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി യേശു കർത്താവ് പിതാവിനോട് പക്ഷവാദം ചെയ്യും. നമ്മുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ നാം ഇടറിപ്പോകുവാനോ തളർന്നു പോകുവാനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മെ സഹായിക്കുവാൻ അവിടുന്ന് വേഗം ഇറങ്ങി വരുന്നവനാണ്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എന്നതിൽ നിന്നും യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന ചിത്രം വെളിവാകുന്നു. ഇന്ന് നാം കടന്നു പോകുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ വ്യതകളും അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് നന്നായി അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളുടെ ആഴം എത്രമാത്രമാണെന്ന് കർത്താവിന് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ത്രൂ. ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ നിനക്കറിയില്ല എന്ന് ഇനി നാം ആരും കർത്താവിനോട് പറയരുത്. പകരം, കർത്താവേ, അങ്ങ് സകലവും അറിയുന്നു. ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അങ്ങേക്കറിയാം. എനിക്കിത് സഹിക്കാൻ കഴിയുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേദന അനുവദിച്ചതെന്ന് ഞാൻ അറിയുന്നു. ഇതിനുള്ള നീക്കുപോക്കും അങ്ങയുടെ പക്കലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിടുതൽ നടക്കും വരെ ഈ വേദനകൾ സഹിക്കാനുള്ള കൃപ അങ്ങെന്നിൽ തരയണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ മറ്റാരും നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാൾ അധികമായി യേശു കർത്താവ് നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ വേദനകൾ കഠിനമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ ശ്രേഷ്ഠകരമായ വിടുതൽ നമുക്ക് നൽകാൻ കർത്താവ് വിശ്വസ്തൻ. Have a blessed day.